ഒരു വെക്റ്റർ സ്പേസിന്റെ ബേസിസ് എന്താണെന്നും ഒരു വെക്റ്റർ സ്പേസിന് ഒന്നിൽ കൂടുതൽ ബേസിസ് ഉണ്ടാവാം എന്നും പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഒരു വെക്റ്റർ സ്പേസിന്റെ ഒരു ബേസിസ് ഫിക്സ് ചെയ്യുക, ദെൻ ആ വെക്റ്റർ സ്പേസിൽ നിന്നും ഏതൊരു വെക്റ്റർ ചൂസ് ചെയ്താലും ആ വെക്റ്ററിനെ ഈ ബേസിസിലെ മെമ്പേഴ്സിന്റെ വെക്റ്റേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് യൂണിക് വേയിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുമെന്നും നമ്മൾ കണ്ടിരുന്നു. ദെൻ അങ്ങനെ ആ ലീനിയർ കോമ്പിനേഷനിൽ വരുന്ന സ്കേലാർസ് ആറിൽ ഒരു വെക്ടർ ആയിട്ട് എഴുതുകയാണെങ്കിൽ ആ ഒരു വെക്ടറിനെയാണ് നമ്മൾ ചൂസ് ചെയ്ത വെക്ടറിന്റെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് വെക്ടർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു നൊട്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു ദ ബേസിസ് ബി. അതായത് വെക്ടർ സ്പേസിൽ ഒരു ബേസിസ് എടുത്തു കഴിഞ്ഞാൽ ദെൻ ഏതൊരു വെക്ടർ വി ചൂസ് ചെയ്താലും ആ വെക്ടറിനെ ബേസിസിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് യൂണിക് വേയിലാണ് നമുക്ക് എഴുതാൻ പറ്റുക. അതായത് വി ഈക്വൽ ടു ഇപ്പോൾ ബിയിലെ മെമ്പേഴ്സ് U1 U2 എക്സെട്ര UN ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു വി എടുത്തു കഴിഞ്ഞാൽ വിനെ നമുക്ക് സം K1 U1 പ്ലസ് K2 U2 അങ്ങനെ എക്സെട്ര KN UN ഈ ഒരു മോഡലിൽ യൂണീക്ക് ആയിട്ട് ഈ K1 K2 എക്സെട്ര KNന്റെ വാല്യൂ യൂണീക്ക് ആണ്, വേറെ തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ദെൻ ഈ ഒരു കറസ്പോണ്ടിങ് സ്കേലാർസ് ഇത് ആറിലെ ഒരു വെക്ടർ ആണ്. ഇതിനെയാണ് കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു ദ ബേസിസ് ബി. ഇനി ഇത് റോ വെക്ടർ ആണ്, അതായത് ഒരു റോയും n കോളംസ് ഉള്ള ഒരു വെക്ടർ ആണ്. നമ്മൾ ഇവിടെ ഇതിനൊന്ന് ട്രാൻസ്പോസ് എടുത്തിട്ട്, അതായത് കോളം വെക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇതിനെ ഇങ്ങനെയാണ് നമ്മൾ റൊട്ടേഷൻ എടുക്കുന്നത്, K1 K2 എക്സെട്ര KN. ഈ രീതിയിലാണ് കോർഡിനേറ്റ് വെക്ടർ ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഒന്ന് ട്രാൻസ്പോസ് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് കോർഡിനേറ്റ് വെക്ടർ. ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത് ചേഞ്ച് ഓഫ് ബേസിസ് ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെക്ടർ സ്പേസിന്റെ ഒരു ബേസിസ് ബി എടുക്കുക, വെക്ടർ സ്പേസിൽ നിന്ന് ഒരു വെക്ടർ വി ചൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ആ വെക്ടറിന് ഈ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോർഡിനേറ്റ് വെക്ടർ ഉണ്ടായിരിക്കും. അതാണിത്, കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു ദ ബേസിസ് ബി. ഞാൻ ഷോർട്ടായിട്ട് VB എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ വെക്ടർ സ്പേസിന്റെ ബേസിസ് മാറ്റുന്നു. ഒരു വെക്ടർ സ്പേസിന് ഒന്നിൽ കൂടുതൽ ബേസിസ് ഉണ്ടാവാം, ഒരുപാട് ബേസിസ് ഉണ്ടാവാം. ആ വെക്ടർ സ്പേസിന്റെ മറ്റൊരു ബേസിസ് B' ചൂസ് ചെയ്യുന്നു. വെക്ടർ മാറ്റുന്നില്ല, വി തന്നെ, അതങ്ങനെ തന്നെ നിർത്തുന്നു. ദെൻ ഈ വിക്ക് പുതിയ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്കേലാർസ് കിട്ടും. അതൊരു വെക്ടറായി എഴുതി കഴിഞ്ഞാൽ ഈ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് B' കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് വെക്ടർ കിട്ടും. അതാണ് കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു ദ ബേസിസ് B'. അതിന് ഞാൻ ഷോർട്ടായിട്ട് VB' എന്ന് വിളിക്കുന്നു. സോ വെക്ടർ വി മാറുന്നില്ല, ബേസിസ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും രണ്ടെണ്ണം മാറിയിട്ടുണ്ട്, ബിയും B'. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്താണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്കതിൻ്റെ റിസൾട്ട് അറിഞ്ഞാൽ മതി, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ തന്നു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ആ റിലേഷൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ബേസിസ് U1 U2 എക്സെട്ര UN, ഡയമെൻഷൻ n ആണെന്ന് വിചാരിക്കുക വെക്ടർ സ്പേസ് വിയുടെ. രണ്ടാമത്തെ ബേസിസ് U1' U2' എക്സെട്ര UN'. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ VBയും VB' തമ്മിലുള്ള റിലേഷൻ VB ഈക്വൽ ടു P ഇൻറ്റു VB'. പുതിയ ആള് P ആണ്. P എന്താണെന്നുള്ളത് പറയാം. VB ഈക്വൽ ടു P ഇൻറ്റു VB'. അപ്പോൾ അവിടുത്തെ P എന്നുള്ള മെട്രിക്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ ബേസിസ് നമ്മൾ B ആയിട്ട് നിർത്തുന്നു. അപ്പോൾ ഇതാണ് ബേസിസ്. ഈ U1' U2' അങ്ങനെ UN' ഇതെല്ലാം എവിടുത്തെ മെമ്പേഴ്സ് ആണ്? വെക്ടർ സ്പേസ് വിയിലെ എലമെന്റ്സ് ആണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വി പോലെയുള്ള ആൾക്കാർ തന്നെയാണ് ഇവരും, U1' U2' എക്സെട്ര UN'. അപ്പോൾ ഇവർക്കും ഈ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് കോർഡിനേറ്റ് വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ U1' ഈ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോർഡിനേറ്റ് വെക്ടർ ഉണ്ടായിരിക്കും. അതിനെയാണ് ഈ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കോളം വെക്ടർ ആയിട്ട് എടുക്കുക. ഇനി U2' ഈ ബേസിസ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് വെക്ടർ എടുക്കുക. അതാണ് U2' B എന്നുള്ളൊരു നൊട്ടേഷൻ. അങ്ങനെ ഈ ബേസിസ്, പുതിയ ബേസിസ് B' ഓരോരുത്തരുടെയും കോർഡിനേറ്റ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു പഴയ ബേസിസ് ബി അത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതാണിത്.
ഇനി ഇതെല്ലാം ഓരോ കോളം വെക്ടറാണ്. ഇത് പിയുടെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, അങ്ങനെ ലാസ്റ്റ് കോളം, അതായത് nth കോളം. ഇതെല്ലാം ഓരോ കോളംസ് ആയിട്ട് അങ്ങോട്ട് എഴുതുക. ഇതാണ് നൊട്ടേഷൻ പി ഫ്രം ബി ഡാഷ് ടു ബി. രണ്ടെണ്ണം തിരിച്ചുണ്ട്. ബി ടു ബി ഡാഷിന് വേറെ പറയും, നേരെ തിരിയുമെന്ന് മാത്രം. അപ്പോൾ ആദ്യത്തെ കേസിൽ ബി ഡാഷിൽ നിന്നും ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് എന്നാണ് അതിന് പറയുക. അത് കണ്ടുപിടിക്കാൻ ബി ഡാഷിൽ നിന്ന് ബിയിലേക്കുള്ള, അപ്പോൾ ബി ഡാഷിലെ വെക്ടേഴ്സിൻ്റെ ബിയിലെ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. അതാണ് u1 ഡാഷ് ബി, u2 ഡാഷ് ബി, അങ്ങനെ un ഡാഷ് ബി. ഇത് ആദ്യത്തെ പിയുടെ ഫസ്റ്റ് കോളം. ഇതൊരു കോളം വെക്ടർ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു k1 k2 താഴേക്ക് പറഞ്ഞിട്ട്. അങ്ങനെ ഇതിന് പകരം വേറൊരു കോളം വെക്ടർ ആയിരിക്കും. അങ്ങനെ ഓരോ കോളം വെക്ടേഴ്സ് എഴുതുക. അപ്പോൾ നമുക്ക് ഒരു n/n മെട്രിക്സ് കിട്ടും. ഇതിലെ കോളം വെക്ടർ എന്ന് പറയുമ്പോൾ ഒരു കോളം n റോസും ഉണ്ടാവും. അങ്ങനെ n കോളംസ്. അപ്പോൾ നമുക്ക് മൊത്തം n റോസും n കോളംസും ഉള്ള ഒരു n/n സ്ക്വയർ മെട്രിക്സ് കിട്ടും. അതിനെയാണ് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ഡാഷ് ടു ബി. ബി ഡാഷ് ടു ബി നൊട്ടേഷൻ ഇതാണ്, പി ഫ്രം ബി ടു ബി ഡാഷ് ടു ബി. ഇനി നേരെ തിരിച്ച് ബി ടു ബി ഡാഷ് ആണ് കാണുന്നതെന്ന് വെച്ചാൽ ബേസിസ് ആയിട്ട് നമ്മൾ ബി ഡാഷിനെ നിർത്തുന്നു. എന്നിട്ട് ബിയിലെ വെക്ടേഴ്സിനെ ബി ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് വെക്ടേഴ്സ് കാണുന്നു. അപ്പോൾ ബി ഡാഷ് ആണ് ബേസിസ്. അപ്പോൾ u1 ഡാഷ്, u2 ഡാഷ്, അങ്ങനെ un ഡാഷ് വരെയുള്ളത് ബേസിസിലെ മെമ്പേഴ്സ്. ഇനി ബിയിലുള്ളവരുടെ നമ്മൾ ഓരോ വി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. u1ൻ്റെ ബി ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് വെക്ടർ, അതാണ് ഇതിൻ്റെ പി ഫ്രം ബി ടു ബി ഡാഷിൻ്റെ ആദ്യത്തെ കോളം വെക്ടർ. ഇനി u2ൻ്റെ കറസ്പോണ്ടിങ് ടു ബി ഡാഷ് വരുന്ന കോർഡിനേറ്റ് വെക്ടർ സെക്കൻഡ് കോളം. ഇനി u3യുടെ തേർഡ് കോളം, അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് nth കോളം വരുന്നത് un-ൻ്റെ ബി ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് വെക്ടേഴ്സ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മറ്റൊരു n/n മെട്രിക്സ് കിട്ടും. അത് ബിയിൽ നിന്നും ബി ഡാഷിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷനും കൂടി ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ ജനറലായിട്ട് നമ്മൾ വി ബി ഈക്വൽ ടു പി ഇൻറ്റു വി ബി ഡാഷ് എന്നുള്ളൊരു ഫോർമുലയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പി ക്ക് രണ്ട് മീനിങ് ഉണ്ട്, തിരിച്ച് വി ബി ഡാഷും. അപ്പോൾ ആ രണ്ടും കൂടി ഒരു ഫോർമുല പോലെ ഞാനിവിടെ ബോക്സിൽ എഴുതുന്നുണ്ട്. ആദ്യത്തെ കേസിൽ വി ബി ആകുമ്പോൾ അവിടെ പിക്ക് പകരം പി എന്നുള്ളത് ബി ഡാഷിൽ നിന്നും ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ് എഴുതേണ്ടത്. ഇൻറ്റു വി ബി ഡാഷ്. അപ്പം ഇതൊരു ഫോർമുല. അടുത്തത് വി ബി ഡാഷ് ഈക്വൽ ടു പി ഫ്രം ബി ടു ബി ഡാഷ് ഇൻറ്റു വി ബി. സോ ഈ ഒരു മെട്രിക്സ് അറിയാമെങ്കിൽ, വി ബി ഡാഷ് അറിയാമെങ്കിൽ വി ബി കണ്ടുപിടിക്കാൻ ഈ ഫോർമുല പി ബി ഡാഷ് ബി ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പി ഫ്രം ബി ഡാഷ് ടു ബി കണ്ടുപിടിക്കുക, അതും വി ബി ഡാഷും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വി ബി കിട്ടും. ഇനി വി ബി അറിയാം, വി ബി ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ പി ഫ്രം ബി ടു ബി ഡാഷ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതേ ഇൻറ്റു വി ബി ചെയ്ത് കഴിഞ്ഞാൽ വി ബി ഡാഷ് കിട്ടും. അപ്പോൾ അതാണ് ഇവിടുത്തെ തേർഡ് പാർട്ടിൽ ചെയ്യാനുള്ളത്. ഇവിടെ വി ബി കണ്ടുപിടിക്കണം. വി ബി ഡാഷ് തന്നിട്ടുണ്ട്. സോ പി ബി ഡാഷ് ബി കണ്ടുപിടിച്ചിട്ട് അത് വി ബി ഡാഷിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ബി കിട്ടും. ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബേസിസ് വെക്ടർ സ്പേസ് നമ്മളിവിടെ എടുക്കുന്നത് R2 ആണ്. R2ൻ്റെ രണ്ട് ബേസിസ് എടുക്കുന്നു. ബിയിലെ u1 u2. u1 ഇതാണ് 1 0 0 1. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. ഇത് e1 ആണ്, ഇത് e2 ആണ്. ദെൻ സെക്കൻഡ് ബേസിസിൽ u1 ഡാഷും u2 ഡാഷും. u1 ഡാഷ് വരുന്നത് ഓർഡർ പെയർ 1 1ഉം u2 ഡാഷ് 2 1ഉം. ഇത് ബേസിസ് ആണ്. ജസ്റ്റ് വെരിഫൈ ചെയ്താൽ മതി. ഇതൊരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 1 1 2 1. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടാൽ 1 × 1 മൈനസ് 1 × -2. അപ്പോൾ നമുക്ക് -1 കിട്ടും. ഈക്വൽ ടു -1 നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ രണ്ട് കേസുമായി സ്പാൻ ചെയ്യും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബി ഡാഷും R2ൻ്റെ മറ്റൊരു ബേസിസ് ആണ്. മറ്റൊരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇനി ആദ്യം ബി ഡാഷിൽ നിന്നും ബിയിലേക്ക്
ഉള്ള ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുക, അതാണ് ഫസ്റ്റ് പാർട്ട്. തിരിച്ച് ബിയിൽ നിന്നും ബി ഡാഷിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുക, അതാണ് സെക്കൻഡ് പാർട്ട്. മൂന്നാമത്തേൽ വി ബി കണ്ടുപിടിക്കണം. വി ബി ഡാഷ് തന്നിട്ടുണ്ട്, വി തന്നിട്ടില്ല, വി ഏതാണെന്നുള്ള വെക്ടർ തന്നിട്ടില്ല. പക്ഷെ വി ബി ഡാഷ് അറിഞ്ഞാൽ മതി. വി ബി ഡാഷ് ഇൻറ്റു പി ബി ഡാഷ് ബി. അപ്പോൾ അത് വെക്ടർ വിനെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് വി ബി കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ബി ഡാഷ് ടു ബി ആണ് ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ബേസിസ് ആയിട്ട് എടുക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ ബി തന്നെ ബേസിസ് ആയിട്ട് നിർത്തുന്നു. 1 0യും 0 1ഉം. ഇനി വേണ്ടത് ബേസിസിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ബി ഡാഷിലെ മെമ്പേഴ്സിനെ എഴുതണം. ബി ഡാഷിലുള്ളത് U1 ഡാഷും U2 ഡാഷും ആണ്. U1 ഡാഷിനെയും U2 ഡാഷിനെയും ബിയിലെ മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതണം. ഇത് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആയതുകൊണ്ട് ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിങ്ങനെയാണ് വരിക. U1 ഡാഷ് ഉള്ളത് 1 1 ആണ്. സോ K1 ഇൻറ്റു 1 0 പ്ലസ് K2 ഇൻറ്റു 0 1 ചെയ്താൽ നമുക്ക് 1 1 കിട്ടണം. ഇങ്ങനെയുള്ള K1 K2 ആണ് നമുക്ക് എഴുതേണ്ടത്. അത് ഈസിയാണ്. 1 ഇൻറ്റു 1 0 ഞാനിവിടെ എഴുതാം. 1 ഇൻറ്റു 1 0 പ്ലസ് 1 ഇൻറ്റു 0 1 ചെയ്താൽ നമുക്ക് 1 1 എന്ന് കിട്ടും. ഇത് 1 ഇൻറ്റു ഇത് 1 സെയിം സാധനം വരും. 1 0 പ്ലസ് 0 1 1 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സ്കേലാർസ് 1 1 എന്നാണ്. അപ്പോൾ K1 K2 ഈ കേസിൽ K1 K2 വരുന്നത് ഇവിടെ ഒറ്റ കോളം 2 റോയാണുള്ളത്. അപ്പോൾ 1 1 ആണ് ഇവിടുത്തെ കോളം വെക്ടർ, അതാണ് ഇത് അവിടുത്തെ കോർഡിനേറ്റ് വെക്ടർ. അപ്പോൾ U1 ഡാഷിൻ്റെ കറസ്പോണ്ടിങ് ടു ബി കോർഡിനേറ്റ് വെക്ടർ വരുന്നത് 1 1. ഇതേപോലെ തന്നെ U2 ഡാഷിൻ്റെയും കണ്ടുപിടിക്കണം. U2 ഡാഷ് 2 1 ആണ്. നമുക്ക് ഈസി ആയിട്ട് എഴുതാം. 2 ഇൻറ്റു 1 0 പ്ലസ് 1 ഇൻറ്റു 0 1 ചെയ്താൽ മതി. സോ U2 ഡാഷിൻ്റെ കോർഡിനേറ്റ് വെക്ടർ വരുന്നത് കറസ്പോണ്ടിങ് ടു ബി വരുന്നത് ഇത് 2 1 K1 K2 2 1. അപ്പോൾ P ഫ്രം ബി ഡാഷ് ടു ബി അതിൽ ആദ്യം U1 ഡാഷിൻ്റെ കോർഡിനേറ്റ് വെക്ടർ അത് ഇതാണ് 1 1, അടുത്തത് 2 1. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആൻസർ. ബി ഡാഷിൽ നിന്നും ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ്. നേരെ തിരിച്ച് കാണണമെങ്കിൽ ബിയിൽ നിന്നും ബി ഡാഷിലേക്കുള്ളത് കാണണമെങ്കിൽ ബി ഡാഷാണ് അവിടുത്തെ ബേസിസ്. U1 ഡാഷും U2 ഡാഷും ആണ് അവിടുത്തെ ബേസിസ്. ഇനി ബിയിലെ വെക്ടേഴ്സിനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതണം. അപ്പോൾ U1നെ K1 ഇൻറ്റു U1 ഡാഷ് പ്ലസ് K2 ഇൻറ്റു U2 ഡാഷ് ഇങ്ങനെ എഴുതണം. അപ്പോൾ K1 ഇൻറ്റു U1 ഡാഷ് 1 1 ആണ് പ്ലസ് K2 ഇൻറ്റു U2 ഡാഷ് 2 1 ആണ് ഈക്വൽ ടു ആദ്യത്തെ 1 0 എന്ന് നമുക്ക് കിട്ടണം. ചിലവർക്ക് ഇത് ബൈ ഇൻസ്പെക്ഷൻ ട്രയൽ ആൻഡ് എറർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. നമുക്കറിയാം -1 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു 2 1 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരും -1 -1 പ്ലസ് 2 1. ഇത് ചെയ്യുമ്പോൾ -1 പ്ലസ് 2 -1 പ്ലസ് 2 -1 പ്ലസ് 1. അപ്പോൾ നമുക്ക് 1 0 തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ -1 1 ആണ് വരുന്നത്. -1 1 K1 എന്നുള്ളത് -1ഉം K2 എന്നുള്ളത് 1ഉം. ഇനി ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ K1 K1 K2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ 2 K2 ഈക്വൽ ടു 1 0 ഇംപ്ലൈസ് ഇത് ആഡ് ചെയ്യുമ്പോൾ K1 പ്ലസ് 2 K2 ഇവിടെ K1 ആണ് സോറി K1 പ്ലസ് K2 ഈക്വൽ ടു 1 0. അപ്പോൾ അതിൽ നിന്നും K1 പ്ലസ് 2 K2 ഈക്വൽ ടു 1ഉം K1 പ്ലസ് K2 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ലീനിയർ ഇക്വേഷൻ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ K2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ K1 ഈക്വൽ ടു -1 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ചെയ്യുന്ന എലിമിനേഷൻ മെത്തേഡ് 2 വേരിയബിൾസ് ഒക്കെ ആകുമ്പോൾ നടക്കും, 2 വെക്ടേഴ്സ് ഒക്കെ ആകുമ്പോൾ. അല്ലാത്ത കേസിൽ
3 വെക്ടേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ K1 K2 K3 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസും 3 അൺനോൺസ് ആവും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ചിലപ്പോൾ ഈ ഒരു എലിമിനേഷൻ മെത്തേഡ് അങ്ങനെ എളുപ്പമാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ മെട്രിക്സ് എലിമിനേഷൻ ഗോസ് എലിമിനേഷൻ മെത്തേഡോ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് K1 K2 K3 ഇപ്പോൾ 3 വെക്ടേഴ്സിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. K1 K2 K3 കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ്. അപ്പോൾ ഇവിടെ നിന്നും U1ൻ്റെ കോർഡിനേറ്റ് വെക്റ്റർ റിലേറ്റീവ് ടു ബി എന്നുള്ളത് -1 1 എന്നാണ് കിട്ടുന്നത്. ഇനി U2ൻ്റെ ഇതേപോലെ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ K1 × 1 1 പ്ലസ് K2 × 2 1 ഈക്വൽ ടു 0 1 എന്ന് കിട്ടണം. നേരത്തെ പോലെ ചെയ്താൽ ഇത് തന്നെയാണ് വരിക. ഇവിടെ K1 + 2K2 K1 + K2 ഈക്വൽ ടു 0 1. അപ്പോൾ അതിൽ നിന്നും പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് K1 + 2K2 ഈക്വൽ ടു 0 K1 + K2 ഈക്വൽ ടു 1. ഇതേപോലെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ K2 ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ K1 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ 2 -1 ആണ് അവിടെ വരുന്നത്. സോ U2ൻ്റെ കോർഡിനേറ്റ് വെക്റ്റർ റിലേറ്റീവ് ടു ബി ഡാഷ് ഓക്കെ ഇങ്ങനെയാണ് വരിക 2 -1. സോ P എന്നുള്ളത് ബിയിൽ നിന്നും ബി ഡാഷിലേക്കുള്ള നമ്മുടെ കോർഡിനേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് വരുന്നത് ആദ്യം ഇത് -1 1 ഇവിടെ 2 -1. ഇനി മൂന്നാമത്തെ പാർട്ടിൽ നമുക്ക് VB ആണ് കണ്ടുപിടിക്കേണ്ടത്. VB കാണണമെങ്കിൽ VB ഡാഷ് തന്നിട്ടുണ്ട്. VB ഡാഷ് അവിടെ അറിയാം. VB ഡാഷ് തന്നിട്ടുണ്ട് -3 5 ആണ്. സോ ഈ ഫോർമുല ഫസ്റ്റ് ഫോർമുല VB ഈക്വൽ ടു P ഫ്രം B ഡാഷ് ടു B ഇൻറ്റു VB ഡാഷ്. അപ്പോൾ നമ്മുടെ P ഫ്രം B ഡാഷ് ടു B നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതായിരിക്കും ഇത്. അപ്പോൾ അത് ഈക്വൽ ടു P ഫ്രം B ഡാഷ് ടു B ഇൻറ്റു VB ഡാഷ്. സോ അതിൽ നിന്നും VB ഈക്വൽസ് 1 2 1 1 ഇൻറ്റു അവിടുത്തെ ഒരു VB ഡാഷ് വരുന്നത് -3 5. മൾട്ടിപ്ലൈ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 1 × 3 -3 സോ -3 പ്ലസ് 2 × 5 10 1 × -3 പ്ലസ് 1 × 5. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 7 ഇവിടെ 2. സോ അതാണ് നമ്മുടെ VB. നേരെ തിരിച്ച് VB തന്നിട്ട് VB ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ P ഫ്രം B ടു B ഡാഷ് കാണുക. അത് VBയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. VBയുടെ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. ഇനി ഈ ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മെത്തേഡാണ് പറയുന്നത്. അതിനാവശ്യം വരുന്ന ഒരു റിസൾട്ടാണ് 4.6.1 എന്നുള്ള തിയറം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞാൽ മതി. പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല. P എന്നുള്ളത് ഒരു വെക്ടർ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ് V എന്ന് വിചാരിക്കുക. B ഡാഷിൽ നിന്നും ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ് P എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ P ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഇൻവേർട്ടിബിൾ മീൻസ് Pക്ക് ഒരു ഇൻവേഴ്സ് ഉണ്ട്. ആ ഒരു ഇൻവേഴ്സ് ആയിരിക്കും, ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ബിയിൽ നിന്നും B ഡാഷിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ്. സോ B ഡാഷിൽ നിന്നും ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് അറിയാമെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ബിയിൽ നിന്നും B ഡാഷിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ്. നേരെ തിരിച്ച് ബിയിൽ നിന്നും B ഡാഷിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് അറിയാമെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും B ഡാഷിൽ നിന്നും ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ്. നമുക്ക് നേരത്തെ കേസിൽ തന്നെ അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. B ഡാഷിൽ നിന്നും ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് 1 1 2 1. ഓക്കെ, ഞാനിവിടെ ചെയ്യുന്നു 1 1 2 1. ഇതാണ് ഇതാണ് നമ്മുടെ P എന്ന് തന്നെ വിളിക്കുന്നു. അപ്പോൾ Pയുടെ ഇൻവേഴ്സ് 1/ഡിറ്റർമിനൻറ്റ് P ഇൻറ്റു അഡ്ജോയിൻറ്റ് P. അപ്പോൾ 1 ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വരുമ്പോൾ 1 × 1 -2 1 × 1 -2 × 1 -1 എന്ന് വരും. 1/-1 -1 തന്നെ വരും. 1/-1 എന്നാണ് വരിക. -1 എന്ന് തന്നെ വരും. അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ മെയിൻ ഡയഗണൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ 1 ഉം 1 തന്നെയാണ്. ചേഞ്ച് ചെയ്യുമ്പോൾ മാറ്റില്ല. ഈ ഡയഗണലിൻ്റെ എൻട്രീസിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ -1 ഉം ഇവിടെ -2 ഇവിടെ -1 ഉം പുറത്തൊരു -1 ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ -1 ആവും, ഇവിടെ 2 ആവും.
ഇവിടെ 1 ആവും, ഇവിടെ -1 ആവും. ഇത് തന്നെയാണ് ഇവിടെ, രണ്ട് മെട്രിക്സും സെയിം ആണ്. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ P കിട്ടും. സോ അതാണ് തിയറം 4.6.1 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് പറയുന്നത്. അപ്പോൾ ഇതിവിടെ പറയുന്നത് ബിയിൽ നിന്നും ബി ഡാഷിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് കാണാനുള്ള പ്രൊസീജിയറാണ്. ഇത് കഴിഞ്ഞ് ബി ഡാഷിൽ നിന്നും ബിയിലേക്കുള്ളത് പറയാം. രണ്ടും സിമിലർ തന്നെയാണ്. ബിയിൽ നിന്നും ബി ഡാഷിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ് കാണുന്നത് എങ്കിൽ ആദ്യം ഇങ്ങനൊരു മെട്രിക്സ് ഫോം ചെയ്യുക, ബി ഡാഷ് ബി. ജസ്റ്റ് ഒരു അവരെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനൊരു വരച്ചു എന്ന് മാത്രം. നേരത്തെ കേസിലാണെങ്കിൽ ബി എന്നുള്ളതിൽ മെട്രിക്സ് അവിടെ ബേസിസിലുള്ളത് U1 U2 രണ്ട് പേര്, ബി ഡാഷിലുള്ളത് U1 ഡാഷ് U2 ഡാഷ്. അപ്പോൾ ആദ്യം ഈ മെട്രിക്സിൽ ഉണ്ടാവുക U1 ഡാഷ്, ബി ഡാഷിൻ്റെ ആൾക്കാരാണ് ഇവിടെ വേണ്ടത്. ബിയിൽ നിന്നും ബി ഡാഷിലേക്കാണെങ്കിൽ ബി ഡാഷിൻ്റെ ആൾക്കാർ എവിടേക്കാണോ ചേഞ്ച് ചെയ്യുന്നത് അവരാണ് ആദ്യം വേണ്ടത്. ഇത് ഒന്ന് തിരിയും, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ബി ഡാഷിലത്തെ വെക്ടേഴ്സ് U1 ഡാഷ് 1 1, U2 ഡാഷ് 2 1. അപ്പോൾ നമ്മുടെ ബി ഡാഷായി. ഇനി തിരിച്ച് അപ്പുറത്തെ ആൾ ബിയിലെ നമുക്ക് 1 0 0 1 ആണ്. ഇതാണ് ഇങ്ങനെ ഒരു മെട്രിക്സ് ഫോം ചെയ്യാനാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം, അതായത് 1 ആക്കുക, അതിൻ്റെ താഴെ 0 ആക്കുക, അങ്ങനെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കുന്നു, പിവോട്ട് 1 എന്ന് പറയും. താഴെയുള്ള എൻട്രീസ് എല്ലാം 0 ആക്കുന്നു. താഴെ മുകളിലുള്ളത് ഇവിടെ ആദ്യത്തെ കേസിൽ താഴെ ഉണ്ടാവുള്ളൂ. അടുത്തതിൽ അടുത്ത റോയിലെ നോൺ സീറോ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കുന്നു. ആ കോളത്തിലുള്ള ബാക്കി എല്ലാ എൻട്രീസും 0 ആക്കുന്നു. അങ്ങനെ പോകുന്നു. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ കിടക്കുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഇപ്പോൾ 2x2 ആണെങ്കിൽ ഇവിടെ 2x2 ഐഡൻറ്റിറ്റി. ഇപ്പോൾ R3ലാകുമ്പോൾ 3 എണ്ണം വരും. അപ്പോൾ ഇവിടെ ഒരു 3x3, ഇവിടെ ഒരു 3x3 ആവും വരിക. അപ്പം ഇങ്ങനെ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയായിരിക്കും. ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സും ഇവിടെ കിടക്കുന്നത് ബിയിൽ നിന്നും ബി ഡാഷിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സും ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വീണ്ടും അതിനൊന്ന് രണ്ടായിട്ട് മുറിക്കുന്നു. ഈ ഒരു സൈഡ് എടുത്താൽ ബിയിൽ നിന്നും ബി ഡാഷിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് കിട്ടും. ഇനി തിരിച്ച് പി ഫ്രം ബി ഡാഷ് ടു ബി ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇത് കണ്ടാൽ മതി, ബി ഡാഷ്. ഇതൊന്ന് തിരിച്ച് വരും, ഇങ്ങനെ വരും. 1 0 0 1 1 2 1 1. എന്നിട്ട് ഇവിടെ ഓൾറെഡി ഇതാണ്, നമുക്ക് ആ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇവിടെ കിടക്കുന്നത് ഇതിനെ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലേക്ക് മാറ്റുക. ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവും. ഇവിടെ ഉള്ളതായിരിക്കും അതിൻ്റെ ട്രാൻസിഷൻ മെട്രിക്സ്, ബി ഡാഷിൽ നിന്നും ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ്. അപ്പോൾ ഇതാണ് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് ചിലപ്പോൾ ലെങ്തി ആയിട്ട് തോന്നാം, പക്ഷെ തെറ്റാണ്ട് ചെയ്യാൻ ഇതായിരിക്കും ഒന്നുകൂടി നന്നാവുക. എല്ലാവർക്കും കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. സോ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ബി ഡാഷിൽ നിന്നും നമ്മുടെ സെയിം പ്രോബ്ലം തന്നെയാണ് ഈ ഒരു മെത്തേഡിൽ കാണുന്നു. ബി ഡാഷിൽ നിന്നും ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതേണ്ടത് ബി ഡാഷിൽ നിന്നും ബിയിലേക്കാണ്. അപ്പോൾ ബി ഡാഷ് ആണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും 1 0 0 1. ദെൻ ഇപ്പുറത്തുണ്ടാവുക 1 1 2 1. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ വേണ്ടിയിരുന്നത് ഇവിടെ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആക്കി അങ്ങനെ അതിലേക്ക് കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഓൾറെഡി റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലാണ്. ഇത് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ്. ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയാണ് കിടക്കുന്നത്. സോ ഇപ്പുറത്ത് കിടക്കുന്നത് ആരാണോ അതന്നെയായിരിക്കും ബി ഡാഷിൽ നിന്നും ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് 1 1 2 1. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലും പി ഫ്രം ബി ഡാഷ് ടു ബി അതന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. 1 1 കോളം മെട്രിക്സ് ആയിട്ടാണ് ഞാൻ പറയുന്നത്, കോളം എന്നാണ് പറയുന്നത്. 1 1 2 1. ഇനി അടുത്തത് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ് കാണണമെങ്കിൽ നമ്മൾ ഇവിടെ എഴുതേണ്ടത് ബി ഡാഷ് ബി ആണ്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും 1 1 2 1. ഇപ്പുറത്ത് ഈ വരേണ്ടതെന്ന് നിർബന്ധമൊന്നുമില്ല, അത് അവരെ ഒന്ന് വേർതിരിക്കാൻ വേണ്ടി എഴുതുന്നത് മാത്രമാണ്. ഇങ്ങനെയാണ്. ഇനി ഇവിടെ നമുക്ക് ഇതിനെ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ ഓൾറെഡി 1 ആണ്, അപ്പോൾ അവിടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇവിടെ 0 ആക്കുകയാണ് നമ്മുടെ അടുത്ത ചടങ്ങ്. അപ്പോൾ അതിന് വേണ്ടി R2ലാണ് ചേഞ്ച് വരുത്തേണ്ടത്. R2 ചേഞ്ചസ് ടു R2 തന്നെ എഴുതുക. ഇവിടെ ഉള്ള നമ്പറിൻ്റെ നേരെ നെഗറ്റീവ്, ഇവിടെ 1 ആണ്. സോ -1.
ഇൻറ്റു R1 -1 ഇൻറ്റു R1 എന്ന് പറഞ്ഞാൽ -R1 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും 1 0. ഫസ്റ്റ് റോയിൽ ചേഞ്ച് ഒന്നുമില്ല, 1 0. ഇവിടെ 1 -2, അപ്പോൾ -1. ഇവിടെ 0 -1, ഇവിടെയും -1. 1 - 0 1. ഇനി വേണ്ടത് ഇവിടെ 1 ആക്കുക, ഈ പൊസിഷനിൽ 1 ആക്കുക. അതിന് വേണ്ടത് അവിടെയുള്ള നമ്പറിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. -1 ആണ് അതിൻ്റെ റെസിപ്രോക്കൽ. 1/-1 -1 തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് റോയിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, -1 R2. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഫസ്റ്റ് റോയിൽ ചേഞ്ച് ഇല്ല, 1 2 1 0 0 1 1 -1. ഇനി വേണ്ടത് ഇവിടെ 0 ആക്കാണ് വേണ്ടത്. അവിടെ 0 ആക്കാൻ വേണ്ടി R1ലാണ് ചേഞ്ച്, R1 തന്നെ എഴുതുക. ഇവിടെയുള്ള നമ്പറിൻ്റെ നേരെ നെഗറ്റീവ് -2. എവിടെയാണോ നമ്മൾ പിവോട്ട് 1 ആക്കിയത്? സെക്കൻഡ് റോയിലാണ്. സോ -2 R2. അപ്പോൾ 1 0 0 1. ഇനി ഇപ്പുറത്ത് ഈ സെക്കൻഡ് റോയിൽ ചേഞ്ച് ഇല്ല. ഇവിടെ 1 -2 ഇൻറ്റു 1, അപ്പോൾ -1. ഇവിടെ 0 -2 ഇൻറ്റു -1, 0 -2 ഇൻറ്റു -1, അപ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി. ഇവിടെ കിടക്കുന്നതാണ് ബിയിൽ നിന്നും ബി ഡാഷിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ്. അപ്പോൾ പി ഫ്രം ബി ടു ബി ഡാഷ് എന്നുള്ളത് -1 1 2 -1. -1 1 2 -1. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ മെത്തേഡിലും കിട്ടിയത്. സോ ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഏത് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നുന്നത് അത് അപ്ലൈ ചെയ്യാം.